ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രപാർവതിയെയും മുത്തശ്ശിയെയും എരിപിരി കയറ്റി സംസാരിക്കുകയാണ്. സിദ്ധുവിനെ ഇപ്പം തന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം. അവർ തമ്മിൽ നിത്യം മരിച്ചിട്ട് പോലും അവർ തമ്മിലുള്ള ബന്ധം അതെനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ഇവർക്ക് ഇത്രക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പാർവതിയെ എരിപിരി കയറ്റുകയാണ്. ചന്ദ്ര പറയുന്ന വാക്കുകളെല്ലാം തന്നെ പാർവതി അങ്ങ് വിശ്വസിക്കുകയും ചെയ്യാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പാർവതി, ഇവിടെയൊക്കെ ഈ തോന്നിവാസം അനുവദിച്ച് കൊടുക്കരുത്. അപ്പോൾ പാർവതി പറയണേ, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. എനിക്കിപ്പോഴും അവളുടെ പേരിലാണ് ഈ വീടെങ്കിലും കൂടി എല്ലാ അധികാരവും എനിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് പാർവതി ദേവികയുടെയും സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയണേ, ഇതൊക്കെ പറഞ്ഞത് ഞാനാണെന്നുള്ളത് അവരോട് പറയരുത്. കാരണം സിദ്ധുവേട്ടൻ ഇപ്പോൾ എന്നെ ദേഹോപദ്രവമൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനാണെന്നുള്ളത് കേട്ടാൽ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറഞ്ഞു എന്ന് അവരെ അറിയിക്കരുത്. ഇല്ല മോളെ, ഞാൻ അവരോട് പറയില്ല എന്നും പറഞ്ഞാണ് ദേവികയുടെ അടുത്തേക്ക് പാർവതി ചെല്ലുന്നത്. അപ്പോൾ ദേവികയെ സിദ്ധു ആശ്വസിപ്പിച്ചുള്ള വാക്കുകൾ പറയുമ്പോൾ പാർവതി ചെന്നങ്ങ് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ഇതുവരെ ഇത് തന്ന സഹായത്തിന് എല്ലാം തന്നെ നന്ദി. ഇനിയെങ്കിലും ഈ വീട്ടിൽ നിന്നൊന്ന് പോവാമോ? അത് കേട്ടപ്പോൾ ദേവിക പറഞ്ഞു, എന്താ അമ്മ ഈ പറയുന്നത്? നീ ഒരക്ഷരം പോലും മിണ്ടി പോവരുത്. ഇവിടെ അധികാരങ്ങളൊക്കെ എടുക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. നിന്റെ പേരിലാണ് ഈ വീടെങ്കിലും കൂടി എല്ലാ അധികാരവും ഞാൻ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തു തന്ന എല്ലാ സഹായത്തിനും ഒരുപാട് നന്ദിയുണ്ട് സിദ്ധു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഇനിയിപ്പോൾ സഹായം ചെയ്തു തന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, ഒന്ന് ഇറങ്ങി തന്നാൽ മതി. അത് കേട്ടപ്പോൾ സിദ്ധുവിന് വല്ലാത്ത വിഷമാവാണ്. അപ്പോൾ ദേവിക അങ്ങ് ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കുകയാണ്. എന്താ അമ്മ ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവിക, നീ ഒന്നും പറയണ്ട. ഇതിൻ്റെയൊക്കെ പിറകിൽ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ പിറകിൽ എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും ചന്ദ്ര അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചന്ദ്രയുടെ കളിയാണെന്നുള്ളത് ദേവികയ്ക്കും സിദ്ധുവിനും മനസ്സിലാവാണ്. അപ്പോൾ ദേവിക പറയാണ്, അമ്മയ്ക്ക് കാര്യം കഴിഞ്ഞാൽ കൈയൊഴിയുന്ന ഈ സ്വഭാവം എന്തായാലും നിത്യമോൾക്കും സുധിയേട്ടനും ഇല്ലായിരുന്നു. അത് അവർക്ക് ആ സ്വഭാവമുള്ളത് അച്ഛനിൽ നിന്നാണ്, അല്ലാതെ അമ്മയുടെ സ്വഭാവമല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവിക അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ചന്ദ്രയെ കണ്ടപ്പോൾ സിദ്ധു അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ചന്ദ്രയെ പെട്ടെന്ന് കണ്ടപ്പോൾ, ഓ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് നീയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനി നീയും ഇവിടെ നിൽക്കണ്ട, എന്നോടൊപ്പം വന്നേക്ക്. അതെന്തിനാ ഞാൻ വരുന്നത് സിദ്ധുവേട്ടൻ പോയിക്കോ, ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ. നീ ഇവിടെ അങ്ങനെ കുറച്ച് നേരം നിൽക്കണ്ട. അതെന്താ, ഞാനിവിടെ നിന്നാൽ എന്താ കുഴപ്പം? നീ ഇവിടെ നിന്നാലേ ഈ വീട് കുളം തോണ്ടും. അതുകൊണ്ട് തന്നെയാണ് നീ എന്നോടൊപ്പം വന്നിരിക്കണം. അതിന് ഞാനൊന്ന് ശരത്തിനെ പോയി കാണട്ടെ? വേണ്ട, നീ ഇപ്പോൾ ആരെയും കാണണ്ട. അങ്ങനെയല്ല, ഞാൻ ശരത്തിനെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം, 5 മിനിറ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് ശരത്തിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ പാർവതി പറയണേ, അതിന് ചന്ദ്ര ഇവിടെ നിന്നു എന്ന് കരുതി എന്താണ് ഇപ്പോൾ കുഴപ്പമുള്ളത്? അപ്പോൾ സിദ്ധു പറയണേ, ചന്ദ്ര എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അപ്പോൾ ഞാനില്ലാത്ത ഈ വീട്ടിൽ അവളും തൽക്കാലം നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു പോകുന്നത്. എന്നിട്ട് ചന്ദ്ര ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശരത്താണെങ്കിലോ പേടിപ്പനിയുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല പേടിച്ച് വിറച്ചുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ചന്ദ്രയെ കണ്ടപ്പോൾ പെട്ടെന്ന് ധൈര്യമുള്ളതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്ത് പറ്റി ശരത്തിന്? എനിക്കിപ്പോൾ എന്താ പെട്ടെന്നൊരു പനി വന്നത്? അറിയില്ല, എന്താണെന്ന് അറിയില്ല. അല്ല, സാധാരണ എന്തെങ്കിലും കണ്ട് പേടിച്ചു? ഞാനൊന്നും കണ്ട് പേടിച്ചിട്ടില്ല. പിന്നെ എന്താണ് എനിക്ക് പെട്ടെന്നൊരു പനി? ഇനിയിപ്പോൾ മരിച്ചവർ, വേണ്ടപ്പെട്ടവർ അകന്നു പോയാൽ ചിലർക്കൊക്കെ പനിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണോ? അതിന് നിനക്ക് നിത്യയെ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നല്ലോ? അല്ല, എനിക്ക് നിത്യയെ നല്ല ഇഷ്ടമായിരുന്നു, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ശരത്ത് പറയണേ, ഇനിയിപ്പോൾ ഏതായാലും ചന്ദ്ര ഇവിടേക്ക് വന്നതല്ലേ, വന്നതിന് ഒരു കാര്യമുണ്ടായിക്കോട്ടെ. നിത്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആ ദേവികയാണെന്നുള്ളത് നീ വരുത്തി തീർക്കണം. ദേവികയ്ക്ക് വീടും സ്ഥലവും ഒക്കെ എഴുതി കൊടുത്തതിൻ്റെ ആ ഒരു നിരാശ കൊണ്ടാണ് നിത്യ ആത്മഹത്യ ചെയ്തത് എന്ന് ചന്ദ്ര നീ ഇവിടെയുള്ളവരൊക്കെ വിശ്വസിപ്പിക്കണം. എന്നിട്ട് ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ചന്ദ്ര പറയണേ, അതൊക്കെ ഞാൻ ഏറ്റു. അപ്പോൾ ശരത്ത് പറയണേ, ഞാൻ പറഞ്ഞാലൊന്നും അത്രയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചന്ദ്രയാകുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും പിന്നെ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ശരത്തെ, എനിക്കറിയാം ശരത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇവിടെ നിന്നും സിദ്ധുവിനെ ഇറക്കിയതുപോലെ ദേവികയും ആട്ടിയിറക്കണം എന്നുള്ളതല്ലേ. അത് ഞാൻ ഏറ്റു. ഇവിടെ മനോഹരനും പാർവതിയും തമ്മിൽ വലിയൊരു പ്രശ്നം തന്നെ ഞാൻ ഉണ്ടാക്കും. ദേവികയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള വഴിയും ഞാൻ നോക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇത് ഞാൻ ശരത്തിന് തരുന്ന വാക്കാണെന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര എണീറ്റ് പോകുന്നത്. അപ്പോൾ ദേവികയെ ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശരത്ത് ഇരിക്കുന്നത്. എന്നിട്ട് ചന്ദ്ര നേരെ മനോഹരൻ്റെയും പാർവതിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ പാർവതി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മനോഹരനോട് സംസാരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരി ആ ദേവിക തന്നെയാണ്.
നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട്, ദേവികയുടെ പേരിലേക്ക് ഈ വീടും സ്ഥലവും എഴുതി കൊടുത്തത് കൊണ്ടാണ് നിത്യമോൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇപ്പോൾ നമ്മുടെ 2 മക്കളും നമ്മളെ വിട്ടു പോയില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് പാർവതി മനോഹരനെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴൊന്നും മനോഹരൻ ഒന്നും മിണ്ടാതെയാണ് കേട്ടോ ഇരിക്കുന്നത്. പാർവതിയുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ. അത് കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്ര കിട്ടിയ അവസരത്തിൽ പറയണേ, ശരിയാണ്, നാട്ടുകാർ എല്ലാവരും അടക്കം പറയുന്നുണ്ട്, നിത്യയുടെ പേരിലേക്ക് വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തത് കൊണ്ടാണ് നിത്യ നിരാശയിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആര് പറഞ്ഞു? ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ദേവിക വരുന്നത്. അപ്പോൾ ദേവികക്ക് മനസ്സിലാവാണ് ചന്ദ്ര ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്നുള്ളതും. ചന്ദ്ര എരിപിരി കയറ്റുകയാണ് അമ്മയെ എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അപ്പോൾ ശരത്തിനോട് ചന്ദ്ര പറയുന്നുണ്ട്, ആ പാർവതി എന്ന് പറഞ്ഞത് വെറും പൊട്ടിയാണ്, അവരോട് എന്ത് പറഞ്ഞാലും അവരത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്യും, എന്നിട്ട് അത് ദേവികയോട് പറയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അവരെ പറ്റിക്കാനും അവരെ ഇളക്കി വിടാനും നല്ല സുഖമാണ്. ശരത്ത് നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ നിന്നും പോരുന്നത്. അങ്ങനെ ചന്ദ്ര പറയുന്ന ആ വാക്കുകൾ കേട്ടോണ്ടാണ് കേട്ടോ പാർവതി മനോഹരനോട് ഓരോന്നും ദേവികയെ കുറ്റപ്പെടുത്തിയിട്ട് ദേവികയുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതിയത് കൊണ്ടാണ് നിത്യ മരിച്ചത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ദേവിക പാർവതിയോട് പറയണ, അമ്മ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയണ്ട, ഇതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അമ്മക്ക് അറിഞ്ഞിട്ടാണോ? നാട്ടുകാരൊന്നും ഒന്നും പറയുന്നുണ്ടാവില്ല, ഇതൊക്കെ ഓരോരുത്തരും പടച്ചുവിടുന്ന ഓരോ നുണക്കഥകളാണ്, അതെല്ലാം കണ്ണും പൂട്ടി അമ്മ വിശ്വസിക്കും എന്നുള്ളത് കണ്ടാണ് അവർ ഓരോരുത്തരും ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് കേട്ടപ്പോൾ പാർവതി പറയണേ, ഞാൻ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവളൊന്നുമല്ല, എനിക്കറിയാം സത്യം എന്താണെന്നുള്ളത്. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാം തെറ്റിദ്ധരിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അമ്മ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സത്യവും മനസ്സിലാക്കും. അമ്മ അന്ന് എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു നിൽക്കും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഏതാണ് സത്യം ഏതാണ് നുണ എന്നുള്ളത്. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. അപ്പോൾ പാർവതി പറ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലടി, നിന്റെ മുന്നിൽ കരഞ്ഞ് ഞാൻ വന്ന് നിൽക്കില്ല, അങ്ങനെ ഒരു മോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാനും പോകുന്നില്ലടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് പാർവതി അങ്ങ് അകത്തേക്ക് പോവാണ്. അപ്പോൾ ചന്ദ്ര ഇത് കാണുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ്. ചെറുതായിട്ടാണെങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ ഒരു ചെറിയൊരു പൊട്ടലും ചുറ്റിലും ഉണ്ടായല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ദേവിക ചന്ദ്രയെ ദേഷ്യത്തിൽ അങ്ങ് നോക്കുകയാണ്. അപ്പോൾ ചന്ദ്ര അകത്തേക്ക് അങ്ങ് പോവട്ടെ. അപ്പോൾ മനോഹരനോട് ദേവിക പറയണേ, അച്ഛൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അച്ഛൻ അമ്മ പറയുന്ന വാക്കുകളൊന്നും കേട്ട് വിഷമിക്കരുത്, അച്ഛന് വീണ്ടും പഴയതുപോലെ ആവുള്ളൂ, അതുകൊണ്ട് അച്ഛൻ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാം ശരിയാവും. അമ്മ ഇപ്പോഴും കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത് ആ ശരത്തിനെയാണ്. അമ്മ ഇന്നല്ലെങ്കിൽ നാളെ സത്യം അറിയും, അതുവരെ നമുക്ക് കാത്തിരിക്കാം അച്ഛ എന്നൊക്കെ പറഞ്ഞ് ദേവിക മനോഹരനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ പാർവതി മനോഹരൻ്റെ മുന്നിൽ വെച്ച് ദേവികയോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തിനാണ് അമ്മ ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്, അച്ഛന് വയ്യാതിരിക്കുന്നതാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അച്ഛന് ഇനിയും ടെൻഷൻ കൂടിയ പഴയതുപോലെ വീണ്ടും അച്ഛന് വയ്യാതാവും, അതുകൊണ്ട് അമ്മ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, നീ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ഉത്തരവാദിത്വമൊന്നും കാണിക്കേണ്ട, എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പാർവതി ഒരു പൊട്ടിയെ പോലെ ചന്ദ്ര പറയുന്ന വാക്കും വിശ്വസിച്ചുകൊണ്ടാണ് കേട്ടോ ദേവികയോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ട് അകത്ത് പോകുന്നത്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലോ നിത്യയെ ഓർത്ത് വിഷമിച്ച് പൊട്ടിക്കരയുകയാണ്. നിത്യ കഴുത്തിൽ മാല ഇട്ട് കൊടുത്തതും കയ്യിൽ വള ഇട്ട് കൊടുത്തതിനൊക്കെ കുറിച്ചൊക്കെ ഓർത്ത് പൊട്ടിക്കരയുകയാണ്. അത് കണ്ടുകൊണ്ടാണ് പ്രഭാവതി അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രഭാവതിയെ കണ്ടപ്പോൾ മുത്തശ്ശി നിത്യയെക്കുറിച്ച് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. നല്ല സ്നേഹമുള്ള കുട്ടിയായിരുന്നു, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കണ്ടില്ലേ, ഈ വള കണ്ടില്ലേ, ഇതൊക്കെ നിത്യ എനിക്ക് തന്നതാണ്, ഇതെല്ലാം അവൾ എനിക്ക് അവസാനമായി തന്നിട്ട് പോവാനാണ് ഇതൊക്കെ തന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ പ്രഭമോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, അമ്മ ഇങ്ങനെ വിഷമിച്ച് ഓരോ അസുഖം വരുത്തി വെക്കരുത്. അല്ല പ്രഭമോളെ, എനിക്കിത് ഓർത്തിട്ട് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് സ്നേഹമായിരുന്നു എൻ്റെ നിത്യമോൾക്ക്, ഈ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ 2 പേരക്കുട്ടികളും എന്നിൽ നിന്നും അകന്നു പോയി, എൻ്റെ 2 പേരക്കുട്ടികൾക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നത്, ഈ വീടിന് എന്തോ ഒരു ദോഷമുണ്ട്. അപ്പോൾ പ്രഭാവതി പറയാൻ, അത് ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇത് ജ്യോത്സ്യരെ ആരെങ്കിലും വിളിച്ചൊന്ന് കാണിച്ചു കൊടുത്ത് അതിനൊരു പരിഹാരം ചെയ്യുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, എനിക്കറിയാം പരിഹാരം ചെയ്യാൻ, അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോഴത്തേക്കും മനോഹരനല്ലേ ചതിച്ചത്, അവളുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി കൊടുത്തത് കൊണ്ടല്ലേ അവളെന്നെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ കഴിയാഞ്ഞത്, അവൾ ഈ വീട്ടിലേക്ക് വന്നു കയറി അന്നു മുതലാണ് ഈ കുടുംബത്തിൻ്റെ നാശം തുടങ്ങിയത്, അതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നത്, ദേവിക കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്
എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അതെ പ്രഭമോളെ, അവൾ ഒറ്റൊരുത്തി കാരണമാണ്. അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാലാണ് ഈ വീടിൻ്റെ ശാപം തീരൂ. അവൾ കാരണമാണ് ഇതൊക്കെ വരുന്നത്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പ്രഭമോളെ നിന്റെ മോനായതുകൊണ്ട് പറയല്ല, ഞങ്ങളെ സ്നേഹിക്കുന്നത് ശരത്താണ്. ശരത്തിനെ പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഈ ലോകത്തെവിടെയും കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് ശരത്തിൻ്റെ. അപ്പോൾ പ്രഭാവതി അർത്ഥം വെച്ചുകൊണ്ട് പറയാണ്, ആ അത് ശരിയാണ്, എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, അവന് നല്ല സ്നേഹമുള്ളവൻ തന്നെയാണ്. അവൻ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും അധികം പ്രശ്നമുണ്ടാകുന്നത് എന്ന് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ പ്രഭാവതി ശരത്തിനെ സപ്പോർട്ട് ചെയ്ത് മുത്തശ്ശിയോട് സംസാരിക്കുന്നത്. എന്നിട്ട് പ്രഭാവതി പറയണ, അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, അമ്മയ്ക്ക് കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പ്രഭാതി പോവണം. പിന്നീട് ദേവികയുടെ അടുത്തേക്ക് ചന്ദ്ര ചെല്ലുകയാണ്. എന്നിട്ട് ചന്ദ്ര ദേവികയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയണേ, നിന്റെ അഭിനയം അസലായിട്ടുണ്ട്, നിന്നെ കണ്ടാൽ ശരിക്കും നീ ഒന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നിന്റെ കണ്ണും മൂക്കും മുഖവും നിന്റെ എല്ലാം വല്ലാത്തൊരു അഭിനയം തന്നെയാണ്, അത് സമ്മതിച്ചു തരേണ്ടത് തന്നെയാണ്. എന്തൊരു വിഷമമാണ് നീ അഭിനയിക്കുന്നത്. അല്ല, നിനക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയാൻ കഴിയുന്നത് നീ എവിടെയാണാവോ ഈ ഗ്ലിസറിൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? നിന്നെ സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയോട് ദേവിക പറയണേ, അത് നിന്റെ ജീവിതം മുഴുവനും നീ അഭിനയിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലാതെ മനസ്സുരുകി വിഷമിക്കുന്നവർക്ക് ഒരു ഗ്ലിസറിനും വേണ്ട, നിന്നെ പോലെ അഭിനയിക്കുന്നവർക്ക് അതൊക്കെ വേണ്ടി വരും. അപ്പോൾ ചന്ദ്ര പറയണേ, എന്നെ മതിയടി പറഞ്ഞത്, നിന്നെയൊക്കെ ഒരു ദിവസം എന്തായാലും ഇരുത്തും ദൈവം, ഇതെല്ലാം വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ നിത്യയെ കിടത്തിയതുപോലെ നിന്നെയും കിടത്തും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവികയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രയുടെ കഴുത്തിന് കയറി പിടിക്കാണ്ടോ. എന്നിട്ട് ചന്ദ്രയെ അങ്ങ് ശക്തി ഉപയോഗിച്ച് അങ്ങ് ബാക്കിലേക്ക് അങ്ങ് തള്ളി കൊണ്ടുപോവാണ്. എന്നിട്ട് ചുമരിലേക്ക് അങ്ങ് കൊണ്ടുപോയി അങ്ങ് അമർത്തി പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുകയാണ്. അപ്പോൾ ദേവിക പറയണം, ഇത് എൻ്റെ വീടാണ്, ഈ വീട്ടിലേക്ക് നിനക്ക് വരാം, വന്ന കാര്യം ചെയ്തിട്ട് അങ്ങ് തിരിച്ചു പോയിക്കൊള്ളണം, അല്ലാതെ ഇങ്ങനെയുള്ള സംഭവമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നത്. അപ്പോൾ ചന്ദ്രയാണെങ്കിലോ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുകയാണ്. എന്നിട്ട് ചന്ദ്ര ശക്തി ഉപയോഗിച്ച് ദേവിക അങ്ങ് തള്ളി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ദേവിക പറയണേ, മര്യാദയ്ക്ക് ഇവിടെ വന്ന് തിരിച്ചു പോയിക്കൊള്ളണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, അപ്പോൾ നീ വയലൻ്റ് ആയി അല്ലേ? ഞാൻ ഇനിയും വയലൻ്റ് ആവും, മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ, നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ ചന്ദ്ര പറഞ്ഞു, എൻ്റെ മുഖം കാണാൻ നിനക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മുഖം കാണുന്നത് നിനക്ക് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അത് കേട്ടപ്പോൾ ദേവിക നിന്നോടാണ് പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ. അപ്പോൾ ദേവിക ഒച്ച എടുത്തുകൊണ്ട് പറയുമ്പോൾ ചന്ദ്ര പറയണേ, ഒച്ച എടുക്കണ്ട, ഇറങ്ങിപ്പോവാൻ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ നീ എത്ര മറച്ചു വെച്ചാലും നിത്യ എങ്ങനെ മരിച്ചത് എന്നുള്ളത് നീ നാളെ ഉത്തരം പറയേണ്ടി വരും. എന്നെപ്പോലെയുള്ളവരെല്ലാവരും നിന്നോട് ചോദിക്കുമ്പോൾ നീ അതിന് ഉത്തരം തരേണ്ടി വരും. അപ്പോൾ ദേവിക പറയണേ, അത് തന്നെയാടി എനിക്കും പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. സത്യം പുറത്തു വരേണ്ടത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. അന്ന് ഞാനൊക്കെ നിന്നോടൊരു ചോദ്യം ചെയ്യും, അന്ന് നീ എന്നോട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ ദേവിക ഒരു തള്ളങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കോണിയുടെ സ്റ്റെപ്പിൽ നിന്നാണ് ദേവിക ചന്ദ്രയെ തള്ളുന്നത്. അപ്പോൾ ചന്ദ്ര താഴേക്ക് വീഴാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടേക്ക് പ്രഭാവതി വരികയാണ്. അപ്പോൾ പ്രഭാവതിയാണ് ചന്ദ്രയെ പിടിക്കുന്നത്. അങ്ങനെ ദേവിക ദേഷ്യം പിടിച്ച് റൂമിലേക്ക് അങ്ങ് പോവാട്ടോ. അപ്പോൾ പ്രഭാവതി പറയണേ, വെറുതെ അടി കൊടുത്ത് അടി വാങ്ങിക്കേണ്ടതില്ലല്ലോ. അത് പിന്നെ പ്രഭാവതി അമ്മേ, നിത്യയുടെ മരണത്തിന് കാരണക്കാരി അവളാണ്, അത് ചോദിച്ചതിനാണ് അവൾ എന്നോട് ദേഷ്യപ്പെട്ടത്. അപ്പോൾ പ്രഭാവതി പറയണേ, പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? നീ എന്തിനാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇല്ലാത്ത കാര്യമോ? അതെ, ഇല്ലാത്ത കാര്യം തന്നെയാണ്. നിത്യയുടെ മരണത്തിൽ ദേവികയ്ക്ക് ഒരു പങ്കുമില്ല എന്നുള്ളത് എനിക്കറിയാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വീടാണ്, ഇവിടെ വെറുതെ വന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. എണ്ണ ഒഴിച്ച് ലാസ്റ്റ് ഇതെല്ലാം കൂടി അങ്ങ് ആളിക്കത്തും, അതിൽ നീയും പെടും, കത്തി ചാമ്പലാവാൻ നിൽക്കണ്ട. അല്ല പ്രഭാവതി അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ എപ്പോഴാണ് ദേവികയുടെ പക്ഷമായത്? ഞാൻ ആരുടെയും പക്ഷമല്ല, ഞാൻ സത്യത്തിൻ്റെ ഭാഗത്താണ്, ദേവികയുടെ ഭാഗത്താണ് സത്യമുള്ളത്. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, അപ്പോൾ ഈ മരണത്തിൻ്റെ കാരണം ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ദേവിക അല്ലെങ്കിൽ? അത് പോലീസ് കണ്ടുപിടിച്ചോളും. നീ എന്തിനാണ് ഇതിലൊക്കെ ഇങ്ങനെ ഉത്സാഹം കാണിക്കുന്നത്? നീ എന്തിനാണ് നിത്യയുടെ മരണത്തിൽ ഇങ്ങനെ തലയിലേറ്റി നടക്കുന്നത്? നിത്യ അതിന് നിന്റെ ആരായിരുന്നു നീ ഇങ്ങനെ തലയിലേറ്റി നടക്കാനും? അത് ശരത്ത് കെട്ടാനിരുന്ന പെണ്ണല്ലേ? ശരത്ത് കെട്ടാനിരുന്ന പെണ്ണൊക്കെ തന്നെയാണ്, പക്ഷേ നീ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു എന്ന്? ഞാൻ
നിന്നോട് ഇതൊക്കെ പറഞ്ഞു എന്നുള്ളത് നീ എങ്ങാനും ശരത്തിനോട് പറഞ്ഞാലേ ദേവിക നിന്നെ കൊല്ലാനല്ലേ നോക്കിയത്, പക്ഷേ ഞാൻ നിന്നെ അങ്ങ് കൊന്നുകളയുക തന്നെ ചെയ്യും. ഈ പ്രഭാവതിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്കറിയില്ല. എന്നോട് ഞാൻ ഈ പറയുന്നത് കേട്ട് നിനക്കൊന്നും തോന്നരുത്. നീ ഒരു വിഷമാണ്, കാളകൂട വിഷമാണ്. അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാത്തത്. എല്ലാവരുടെയും കുറ്റം അന്വേഷിച്ച് അങ്ങ് നടന്നോ. അവസാനം നിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ജീവനോടെ അങ്ങ് കുഴിച്ചു മൂടും. അതുവരെ നിനക്കൊന്നും മനസ്സിലാവില്ല. അപ്പം നിനക്കെല്ലാം മനസ്സിലാവും പറഞ്ഞ് പ്രഭാവതി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് അതിശയിച്ചു പോവാണ്. പ്രഭാവതി ഇത്ര പെട്ടെന്ന് മാറിയോ എന്നുള്ള ഭാവത്തിൽ ഇതുവരെ ശരത്തിനോടൊപ്പം എല്ലാ ക്രൂരതക്കും ചെയ്യാൻ കൂട്ടുനിന്ന ഇവരുടെ സ്വഭാവത്തിൽ എന്താ ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര ഞെട്ടലോട് കൂടി നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.